പ്രിയ സുഹൃത്തുക്കളെ, നല്ല ഒരു സുപ്രഭാതം. ഇന്ന് 3-ാം തീയതി ജൂലൈ. ഒരിക്കൽ ഒരു മനുഷ്യൻ തെങ്ങിൽ കയറുകയാണ്. തെങ്ങിൻ്റെ ഏറ്റവും മുകളിൽ ചെന്ന് നല്ല ഉയരമുള്ള തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ താഴെ നിന്ന് ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സൂക്ഷിച്ചോണേ, പണ്ട് നീ വീണതാണ്, നീ വീഴാതെ സൂക്ഷിക്കണം. ഇത് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഇതൊരു പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടാണോ നെഗറ്റീവാണോ? ഉത്തരം നിങ്ങൾ തരിക. ഒരു മനസ്സിൽ ഞാൻ ഉടൻ തന്നെ പറയും. ഞാൻ ഇതിനെ പോസിറ്റീവ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമെങ്കിലും ഇത് നെഗറ്റീവായിട്ട് കണ്ണിങ്ങായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇത് പറഞ്ഞതാരുമല്ല, കൂടെ ഒന്ന് സുഹൃത്തല്ല, ബന്ധുവാണ്. ബന്ധു അവൻ്റെ മനസ്സിലേക്ക് ഒരുതരം ഭയം ജനിപ്പിക്കുകയാണ് ഇവിടെ. വർഷങ്ങൾക്ക് മുമ്പ് നീ വീണു, ഇനി ഇത്ര ഉയർത്തി നിൽക്കുക, ഈ വീണ് അല്ലെങ്കിൽ അപകടം ഉണ്ടായി, അതിൻ്റെ എല്ലാ പ്രത്യാഘാതവും കഴിഞ്ഞ് അതിൽ നിന്ന് പൂർണ്ണമായി വിമുക്തനായി, പൂർണ്ണമായി സ്വതന്ത്രനായി. എന്നിട്ടും അവൻ്റെ പഴയ കാലത്തിലെ ആ നൊമ്പരം വീണ്ടും ഒന്നുകൂടെ ഇറക്കി വെക്കാൻ അവനെ പ്രേരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുകയാണ്. ഇത് പോസിറ്റീവല്ല. അത് നേരെ മറിച്ച് താഴെ നിന്നപ്പോൾ അദ്ദേഹത്തിന് പറയാമായിരുന്നു, മുകളിൽ നിൽക്കുമ്പോൾ ഇത് ഒരുതരം അസൂയ മാത്രമല്ല, മറ്റൊരുവൻ്റെ വളർച്ചയിൽ ഒരിക്കലും സഹിക്കാൻ കഴിയാത്തവൻ്റെ നൊമ്പരമാണ് ഒരു ഗദ്ഗതമായി പുറത്ത് വന്നത്. സൂക്ഷിക്കണം. ജീവിതത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് അവൻ തീർച്ചയായിട്ടും തെങ്ങിൻ്റെ മുകളിലേക്ക് കയറിയത്. അവൻ ആത്മവിശ്വാസമുണ്ട്. ഈ ആത്മവിശ്വാസത്തെ തകർക്കാൻ വരുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, പ്രത്യേകിച്ച് ബന്ധുക്കൾ. അതോടൊപ്പം തന്നെ കൂടെ നിന്ന് ഒത്തിരി അടുപ്പമുണ്ട് എന്ന് നമ്മളോടൊപ്പം നടിക്കുന്ന ചില സൗഹൃദങ്ങൾ. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ പതനം കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. സിംഹം ഏതെങ്കിലും ആത്മവിശ്വാസത്തിൻ്റെ ക്ലാസ്സിൽ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ആത്മവിശ്വാസമുണ്ട്, അല്ല, തൻ്റെ ഇടമുണ്ട്. 4 കടുവ ഒരുമിച്ച് വന്നാൽ സിംഹത്തെ അങ്ങനെ പെട്ടെന്ന് ഉപദ്രവിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം നിങ്ങളുടെ മനസ്സ് നന്നായിട്ട് ഇങ്ങനെ ഒഴുക്കുണ്ടാവട്ടെ. ദർ ഷുഡ് ഹാവ് എ ഫ്ലോ ഇൻ യുവർ മൈൻഡ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് എന്താ വരുന്നത്? ഈ പറഞ്ഞ വ്യക്തി, നീ വീണിട്ടുണ്ട് എന്ന് പറഞ്ഞ വ്യക്തി, നമ്മൾ പണ്ടേ അതിനെ ഒഴുക്കിക്കളഞ്ഞതാണ് നമ്മുടെ മനസ്സിൽ നിന്ന്. എന്നാൽ ഇദ്ദേഹം അത് കെട്ടി നിർത്തിയിരിക്കുക. അവിടെ പുഴുക്കളുണ്ട്. അവിടെ ഒഴുകുന്ന വെള്ളത്തിൽ ശുദ്ധതയുണ്ട്. ഒഴുകുന്ന വെള്ളത്തിന് ഈ ശുദ്ധത ഇല്ലാത്തത് അവരുടെ മനസ്സിലാണ്. തെങ്ങിൻ്റെ മോണ്ടേക്ക് ഇരിക്കുന്നവൻ പണ്ടേ ഒഴുക്കിക്കളഞ്ഞതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കില്ല. നേരെ മറിച്ച് ആ വെള്ളത്തെ മറ്റൊരു വഴിയിലൂടെ ചലിപ്പിച്ചു പോയാൽ, അത് കൃഷിയിടങ്ങളിലെത്തിയാൽ അത് ഫലം തരും. അതായിരിക്കണം നമ്മുടെ മനസ്സിൽ മറ്റുള്ളവർ തരുന്ന നെഗറ്റീവ് ചിന്തയോടുള്ള നമ്മുടെ പ്രതികരണം. അതുകൊണ്ട് അവർ നെഗറ്റീവ് ചിന്ത തന്നാൽ നമ്മളതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് മാത്രം പഠിക്കും. ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ആ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് പുഞ്ചിരിക്കുക. ഉത്തരവൊന്നും കൊടുക്കണ്ട. പുഞ്ചിരി വല്ലാത്ത ഒരു ഉത്തരവാണ്. മൗനം അതിനേക്കാൾ വല്ലാത്ത ഒരു ഉത്തരവാണ്. അപ്പോൾ വെള്ളമെന്നും താഴേക്ക് ഒഴുകുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ എനർജി മുകളിലേക്ക് ഒഴുകട്ടെ. മുകളിലേക്ക് ഒഴുകുമ്പോൾ നിങ്ങളുടെ മുഖം ശോഭിതമാകും, നിങ്ങളുടെ പ്രവർത്തനം ശോഭിതമാകും, നിങ്ങളുടെ ചിന്തകൾ ശോഭിതമാകും. വെള്ളം എപ്പോഴും താഴേക്ക് ഒഴുകുന്നു എന്നല്ലേ നമ്മൾ പറയുന്നത്. ഞാൻ തിരിച്ചു പറയുന്നു, വെള്ളം മുകളിലേക്ക് ഒഴുകും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ചൂടാക്കി നോക്കും. വെള്ളം ചൂടാക്കിയാൽ എന്താവും? അത് നീരാവിയായി വെള്ളം മുകളിലേക്ക് പോകും. ഇത് തന്നെയാണ് മനസ്സ്. നമ്മൾ നമ്മുടെ മനസ്സിനെ അത്യാവശ്യം എടുക്കുമ്പോൾ നമ്മുടെ ഊർജ്ജം താഴേക്കല്ല ഒഴുകുന്നത്, നമ്മുടെ ഊർജ്ജം മുകളിലേക്ക് ഒഴുകുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, കടൽ തീരത്തെ തിരമാലകൾ ഒരിക്കലും എണ്ണിത്തീർക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക്. അവിടെ ഇരിക്കും, തിരമാല വന്നുകൊണ്ടിരിക്കും. കടൽ ഒരിക്കലും വേർക്കാറില്ല, ക്ഷീണിക്കാറില്ല. ഇത് തന്നെയായിരിക്കണം ഒരു യൗവനത്തിൻ്റെ, ഒരു യുവാവിൻ്റെ, ഒരു പഠിതാവിൻ്റെ മനസ്സ്. നീ പഠിക്കുക, ക്ഷീണിക്കാതെ പഠിക്കുക, വിശ്രമിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ആലോചിച്ചില്ല, പെട്ടെന്ന് ദഹിക്കുന്നതും പെട്ടെന്ന് നമ്മുടെ ശരീരം സംശീകരിക്കുന്നതുമായ കാര്യങ്ങൾ കഴിക്കുക. നിങ്ങളുടെ ശരീരത്തിൻ്റെ മാത്രം ബുദ്ധിപരത്തിലുള്ള ഭക്ഷണത്തിലേക്ക് പോകണ്ട. ഞാൻ വിഷയം മാറുന്നു. ഭക്ഷണത്തിലേക്ക് പോകണ്ട, മറിച്ച് മനസ്സിനെ ഉദ്ദീപിക്കുന്ന കാര്യത്തിലേക്ക് പോവുക. ഇനിയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ 1-2 വേറെ കാര്യം പറയാനാണ് മനസ്സിൽ വന്നത്, പക്ഷെ അത് മാറ്റി പറയാം. നമുക്കെതിരെ അസൂയുള്ളവർക്കോട് നമ്മൾ സംസാരിക്കാറുണ്ട്, നമ്മളെ മോശമായി കാണുന്നവരോട് പക്ഷേ നമ്മുടെ അസൂയ, നമുക്കുണ്ട് അസൂയ അല്ലേ? അപ്പം നമ്മുടെ അസൂയെ നമ്മൾ ചാലകമാക്കണം. എങ്ങനെ ചാലകമാക്കണം? എനിക്കുള്ള അസൂയെ ഞാൻ തിരിച്ച് മാറ്റുന്നതാക്കി മാറണം. എങ്ങനെയാണ്?
അവൻ അങ്ങനെ ആകാമെങ്കിൽ, അവൾക്ക് അങ്ങനെ ആകാമെങ്കിൽ എനിക്കും അങ്ങനെ ആകാം. ഇത് ചലിപ്പിച്ചു മാറ്റുക, ചിന്ത കൊണ്ട് ചലിപ്പിച്ചു മാറ്റുക. അത് നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുമെങ്കിൽ എനിക്ക് നേടാം. അവരെ അനുകരിക്കരുത്. അവരവരുടെ പോസിറ്റീവ് ശക്തിയെ, അവരുടെ ശക്തികളെ അത് പോസിറ്റീവ് ചാലകത്തിലേക്ക് കടത്തിവിട്ടിരിക്കുന്നു. അപ്പോൾ ആ കടത്തിവിടലാണ് നമുക്ക് വേണ്ടുന്നത്. ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ഇതിനകത്ത് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഒരു നെപ്പോളിയൻ ഹില്ലിൻ്റെ ഒരു ബുക്കുണ്ട്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയപ്പെടും. അതിനകത്ത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് നിങ്ങൾക്ക് നെറ്റിൽ കയറി കിട്ടും തോന്നുന്നു, നെപ്പോളിയൻ ഹിൽസിൻ്റെ ബുക്കാണ്. അതിൽ സ്വയം കീഴടക്കുക എന്ന് പറയും. ഞാൻ എന്നെ തന്നെ, എൻ്റെ വികാരത്തെ, എൻ്റെ മാനസിക ശക്തിയെ, എൻ്റെ ദൈക്ഷണിക ശക്തിയെ, എൻ്റെ ശാരീരിക ശക്തിയെ, ഇതിനെ ഞാൻ കീഴടക്കിയാൽ മാത്രമേ എനിക്കതുകൊണ്ട് ഉപയോഗമുള്ളൂ. ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കാനാണ് എൻ്റെ മനസ്സിൻ്റെ ശക്തി, പ്രവർത്തിക്കേണ്ടിടത്ത് പ്രവർത്തിക്കാനാണ് എൻ്റെ കായിക ശക്തി. അപ്പോൾ ഞാൻ കീഴടക്കി വെച്ചേക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല, എനിക്ക് വേണ്ട സമയത്ത്, അപരന് ദോഷമില്ലാതെ എനിക്ക് വേണ്ട സമയത്ത് ഉപയോഗിക്കാനാണ് ഞാൻ എൻ്റെ ശക്തിയെ ക്രമീകരിക്കുന്നത് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാവട്ടെ. സ്വയം നിയന്ത്രിക്കുന്നവൻ സ്വന്തം ജീവിതത്തിൻ്റെ വിധി എഴുതും. ജോൺസൺ കരൂർ, നല്ല ദിവസം.